ഇവിടെ ശൈഖ് പ്രത്യേകമായി ഒരു പോയിന്റ് പറയുന്നു. ചില ആളുകൾ ഇത് വെച്ചുകൊണ്ട് പറയും എല്ലാ ലക്ഷണം പത്ത് വലിയ ആലിമായിട്ട് ദൈവത്തെ നടത്താൻ പാടുള്ളൂ പറയും. അല്ലാതെ പാടില്ല. എല്ലാം തികഞ്ഞ വലിയ ആലിമായിട്ട് മാത്രമേ ദൈവത്തെ നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തെ നടത്തുന്ന പല മനുഷ്യന്മാർ അയാൾക്ക് ഇൽമില്ല, ഇയാൾക്ക് ഇൽമില്ല, അയാൾ ദൈവത്തെ നടത്താൻ പറ്റൂല, അയാളെ ക്ലാസ് കേൾക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് മുടക്കുന്ന രീതികൾ എല്ലാ കാലത്തും ഉണ്ടാവും. അത് ശൈഖ് പ്രത്യേകം ഇവിടെ എടുത്തു പറയാണ്. എന്നാൽ പ്രത്യേകിച്ചും അറിയേണ്ട കാര്യമാണ് അന്നഹു ലാ യുശ്തറതു ലിമൻ യകൂന ദാഇയൻ ഇലല്ലാഹി അൻ യുലിമ്മ ബിജമീഇൽ അഹ്കാമി ശർഇയ്യ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരാൾ ശർഇയായ എല്ലാ നിയമങ്ങളും അറിയാൻ സത്തൊന്നുമില്ല. എല്ലാം പഠിച്ച് എല്ലാം തികഞ്ഞ് മഹാപണ്ഡിതനായിട്ട് ദൈവത്തെ നടത്താവൂ എന്നില്ല, അങ്ങനെ നിബന്ധന ഇല്ല. എന്നാൽ ഉണ്ടാവേണ്ടതാണ് അയാള് ജനങ്ങളെ അറിയിക്കുന്നത് എന്താണോ അതറിയണം. വലാകിന്നൽ വാജിബ അലൈഹി അൻ യകുന ആലിമൻ ബിമാ യദ്ഉ ഇലൈഹി. എന്താണോ ക്ഷണിക്കുന്നത് അത് അയാൾക്ക് അറിഞ്ഞിരിക്കണം. നമുക്കറിയാത്തൊരു കാര്യം വേറെ അറിയിച്ചു കൊടുക്കാൻ പറ്റുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്തോ എന്ന് പറയുകയാണെങ്കിൽ ആ പറയുന്ന കാര്യത്തെപ്പറ്റി ആ കൃത്യമായ ധാരണ ഉണ്ടാകണം. അല്ലാതെ ദീന് മൊത്തം പഠിച്ച് എല്ലാം തികഞ്ഞ് ഒരു വലിയ ആലിമായിട്ട് മാത്രമേ നടത്താൻ പറ്റുള്ളൂ എന്നില്ല. കാരണം നബി തങ്ങൾ പറഞ്ഞു ബല്ലിഗു അന്നി വലൗ ആയ, ബല്ലിഗു അന്നി, നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക, വലൗ ആയത്തൻ, ഒരായത്താണെങ്കിലും ശരി. എന്നിൽ നിങ്ങൾക്ക് ലഭിച്ചത് ഒരു ആയത്താണ്, എന്നാലും ശരി അത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് ഒരു ആയത്ത് പഠിഞ്ഞു, അതിന്റെ ആശയം പഠിഞ്ഞു, മുസ്ലിമു ആയത്തൻ, ഒരായത്ത് പഠിച്ചു, വഫഹിമ മഅനാഹ, അതിന്റെ അർത്ഥം പഠിഞ്ഞു, അൻ ത്വരീഖിൽ ഉലമാഇ വൽ മുഫസ്സിരീൻ, ഇൽമുള്ള ആളുകളിൽ നിന്ന് മുഫസ്സിരീങ്ങളിൽ നിന്നൊക്കെ ഇതിന്റെ അർത്ഥമാക്കി ഗ്രഹിക്കാൻ കഴിഞ്ഞു. ഔ അറഫ ഹദീസൻ കദാലിക്, അല്ലെങ്കിൽ ഒരു ഹദീസ് പഠിച്ചു, ആ ഹദീസായി കൃത്യമായി ബോധ്യമുണ്ട്, അതിന്റെ ആശയം അതാണ് എന്നറിയാം, അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് എന്നറിയാം എങ്കിൽ അവന്റെ ബാധ്യത ബല്ലഗഹു ലിഗൈരിഹി മിനന്നാസ്, അത് മറ്റുള്ളവർക്ക് അവൻ എത്തിച്ചു കൊടുക്കട്ടെ. വലൗ ലം യകുൻ ആലിമൻ ബിഗൈരി ദാലിക ഹുക്മി അബിൽ ഹദീസ് അബിൽ ആയ, അതൊക്കെ ആകെ ആ ആയത്തെ അറിയുള്ളൂ, അല്ലെങ്കിൽ ആകെ ആ ഹദീസെ അറിയുള്ളൂ, അല്ലെങ്കിൽ ആകെ ആ ഹുക്മ അറിയുള്ളൂ, എന്നാലും ശരി അത് അവൻ എത്തിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഒരു ഹദീസ് പഠിച്ചു, അതിന്റെ ആശയം പഠിഞ്ഞു, അത് അവൻ ജീവിതത്തെ അമലാക്കി മാറ്റി, എന്നാൽ അത് അവന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം. അല്ലാതെ ഇവനെ പഠിച്ചു, ഇവിടെ പോയത് ഏത് കോളേജിൽ പഠിച്ചു, അങ്ങനെ എവിടെ എത്താൻ പറ്റില്ല, അങ്ങനെ ഇല്ല. ഈ പറയുന്ന കാര്യം കൃത്യമായി അറിയണം എന്നേ ഉള്ളൂ. ഒരായത്താണെങ്കിൽ അത്, ഒരു ഹദീസാണെങ്കിൽ അത്, എന്താണോ അയാൾക്കുള്ളത് അത് അയാൾ അറിയണം എന്ന് മാത്രമേ ഉള്ളൂ.